പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ജീലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഫ്താർ സംഗമവും റിലീഫ് വിതരണവുമാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട വാമനപുരം നിയോജകമണ്ഡലം MLA കൂടിയായ അഡ്വക്കേറ്റ് DK മുരളി അവർ നിർവഹിക്കുന്നു. ഈ പരിപാടിയിൽ ബന്ധപ്പെട്ട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് മെമ്പർമാർ, മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പങ്കെടുക്കുന്ന അതിവിപുലമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ഒരു മാനവിക സാംസ്കാരിക പ്രവർത്തനത്തിന്റെ വേദി കൂടിയാണ്. മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകളില്ല എന്നൊരു വലിയൊരു മുദ്രാഗീതം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു ആത്മീയ സംഘടനയാണെങ്കിൽ കൂടി മാനവികതയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഈ സംഘടനയുടെ നേതൃത്വം എന്ന് പറയുന്നത് ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാൻ അവറുകളാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മഹാന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഈ സംഘടന എല്ലാ ജനങ്ങളും ഈ സമൂഹവും നന്നാവണമെന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാതി മത വർഗ ഭേദമില്ലാതെ തന്നെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് സഹോദര തുല്യം സ്നേഹിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയും ശൈലിയുമാണ് അനുവർത്തിച്ചു വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗുരുമഹാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ സംഘടന എന്നതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാട്ടിലും രാജ്യത്തും ലോകത്തുമൊക്കെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അനുദിനം നമ്മളെ വേദനിപ്പിക്കുന്ന അവിശ്വസനീയമായ വാർത്തകളും സംഭവങ്ങളും നമ്മൾ ഞെട്ടലോടെ കൂടിയാണ് കേൾക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നത് പരസ്പരം സ്നേഹവും പരസ്പരം ഉൾക്കൊള്ളലും പരസ്പരം കൈത്താങ്ങലുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത്. അത് എവിടെയൊക്കെ കുറയുന്നുവോ അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ സംഘടന അതാണ് മുന്നിൽ വെച്ചുകൊണ്ട് വളരെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശയത്തെ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരു ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാൻ അവറുകൾ മുന്നോട്ട് വെക്കുന്നത്. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സമൂഹത്തിനോട് തുറന്നു പറഞ്ഞുകൊണ്ട് അവരെയും അത്തരത്തിലുള്ള ഒരു സമഭാവനയിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ആശയം കൈമാറുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സംഗമത്തോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള സഹോദരി സഹോദരന്മാർക്ക് അർഹരായ നിരവധി കുടുംബാംഗങ്ങൾക്ക് നമ്മളൊരു ഭക്ഷ്യധാന്യ കിറ്റ് കൂടി നൽകുകയാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഇത് ഒരു സഹായമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായമാണ് ഈ നൽകുന്നത്. അതോടൊപ്പം തന്നെ ചികിത്സാ ധനസഹായം കൂടി നമ്മൾ ഇതിനോടൊപ്പം നൽകി വരികയാണ് ചെയ്യുന്നത്. ഈ ജീലാനി സ്റ്റഡി സെന്റർ എന്ന ഈ പ്രസ്ഥാനത്തെയും സംഘടനയെയും ലോകത്തിന് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കൂടുതൽ വിപുലമാക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഓഫീസ് നേരത്തെ നെടുവങ്ങാട് ഭാഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ പ്രവർത്തന സൗകര്യാർത്ഥവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രോജക്റ്റ് കുറച്ചുകൂടി വേഗത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ കൊണ്ടുവരികയും റമദാൻ മാസത്തിൽ തന്നെ ഈ ഇവിടുത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ജീലാനി ഷെരീഫ് അല്ലെങ്കിൽ ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെയും ഈ സംഘടനയെയും ലോകത്തിന്റെ മുന്നിലേക്ക്
നമുക്കെല്ലാവരും ഒരുമിച്ച് നിന്ന് എത്തിക്കണമെന്നാണ് നമ്മുടെ ഗുരു മഹാനവറുകൾ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ആവശ്യമായ ഓരോരോ പദ്ധതികൾ നമ്മൾ അനുദിനം ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ റിലീഫ് വിതരണവും മറ്റുമൊക്കെ ഇതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഗുരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ഖുന ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകളായിരുന്നു. ഈ പ്രസ്ഥാനത്തെ ഈ നാട്ടിലേക്ക്, ഈ ലോകത്തിലേക്ക് ആദ്യമായി വിഭാവനം ചെയ്തത് മഹാനവറുകളാണ്. മഹാനവറുകൾ തൻ്റെ നായിബ് ഖുതുബുസ്സമാനായ ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകൾക്ക് ഇത് കൈമാറ്റം ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുക, മനുഷ്യ ഹൃദയത്തെ ശുദ്ധമാക്കുക, മനുഷ്യ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറുപ്പിനെയും അഴുക്കിനെയും ഒക്കെ മാറ്റി യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അസൂയ, കുശുമ്പ്, പരദൂഷണം, ഏഷണി തുടങ്ങിയൊക്കെ തന്നെ ഓരോ മനുഷ്യനെയും നശിപ്പിക്കുമെന്നുള്ളതാണ് ഗുരു മഹാനവറുകൾ നമുക്ക് നിരന്തരം ബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോധനത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ശരിയായ വശം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾ ആദ്യം നന്നാവുകയും അതിലൂടെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് മാതൃകയായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ വ്യക്തിയുടെയും ഓരോ പ്രവർത്തകന്റെയും കർത്തവ്യവും കടമയും. അതിനുവേണ്ടി നമ്മൾ നന്ദിയോടുകൂടി അല്ലെങ്കിൽ നന്ദി പറയണമെന്ന് ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടുന്നത് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകൾക്കാണ്. തുടർന്ന് ഇന്ന് ഇതിന്റെ നേതൃത്വം കൈയാളുന്ന മഹാനായ ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകൾക്കുമാണ്. ഈ രണ്ട് മഹാന്മാരോടും നമ്മൾ ഓരോരുത്തരും പ്രത്യേകം കടപ്പെട്ടിരിക്കുക.